ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൻ വീഴ്ചയ്ക്ക് ശേഷം വമ്പൻ തിരിച്ചുവരവ് നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ ആദ്യം വരുന്ന പേര് ഇന്ദിരാഗാന്ധി. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് രാജ്യത്ത് ആദ്യമായി കോൺഗ്രസ് ഇതര സർക്കാർ അധികാരത്തിൽ വരുന്നത്. അന്ന് കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസിനെ നയിച്ച ഇന്ദിരയും റായ്ബറേലിയിൽ തോറ്റു. പട്നയിലെ ഗാന്ധി മൈതാനത്ത് ജയപ്രകാശ് നാരായണൻ പ്രഖ്യാപിച്ച സമ്പൂർണ്ണ വിപ്ലവം അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്നായി. അതേ ബീഹാറിൽ നിന്നാണ് ഇന്ദിര തൻ്റെ തിരിച്ചുവരവിന് വഴിവെട്ടിയതും. ബെൽച്ചി എന്ന ഗ്രാമത്തിലേക്കുള്ള യാത്രയായിരുന്നു അത്. 1977 മെയ് 27 അന്ന് രാഘോപൂർ ജില്ലയുടെ ഭാഗമായിരുന്ന ബെൽച്ചിയിൽ കൂട്ടക്കൊല നടന്നത്. ദളിതരായ പസ്വാൻ വിഭാഗത്തിൽപ്പെട്ട 8 പേരുൾപ്പെടെ 11 പേരെ വെടിവെച്ച ശേഷം തീ കൊളുത്തിക്കൊന്നു. കുർമി വിഭാഗത്തിൽപ്പെട്ട ഭൂവുടമയായ മഹാവീർ മഹാദേവയുടെ നേതൃത്വത്തിലായിരുന്നു ക്രൂരത. ബെൽച്ചിയിൽ കൂട്ടക്കൊല നടക്കുമ്പോൾ കേന്ദ്രത്തിൽ മൊറാർജി ദേശായി അധികാരത്തിൽ വന്നിട്ട് 2 മാസം ബീഹാറിൽ രാഷ്ട്രപതി ഭരണം. 1 മാസത്തിനുള്ളിൽ ബീഹാറിൽ ജനതാ പാർട്ടി നേതാവായ കർപ്പൂരി ഠാക്കൂർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹത്തിൻ്റെ സർക്കാർ പക്ഷേ ബെൽച്ചിയിലെ ക്രൂരതയെ വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തില്ല. പോലീസാകട്ടെ 2 സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി വിധിയെഴുതി. പാർലമെന്റിൽ വിഷയം ചർച്ചയായപ്പോൾ കേന്ദ്രവും അതുതന്നെ ആവർത്തിച്ചു. 2 സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷമാണ്. കൂട്ടക്കൊല നടന്ന് 2.5 മാസത്തിന് ശേഷം ചെങ്കോട്ടയിൽ മൊറാർജി ദേശായി പതാക ഉയർത്തുന്നതിന് 2 നാൾ മുൻപ് ഇന്ദിരാഗാന്ധി ബെൽച്ചിയിലേക്കെത്തി. ബീഹാറിൽ പെരുമഴക്കാലമായിരുന്നു അത്. തോടും കരയും ഒരുപോലെയായ അവസ്ഥ. കാറിലും ജീപ്പിലും ഇന്ദിര യാത്ര ചെയ്തു. വാഹനങ്ങൾ ചെളിയിൽ പുതഞ്ഞു. പിന്നീട് ട്രാക്ടർ സംഘടിപ്പിച്ചു. അതും തകരാറിലായി. കൂടെ ഉണ്ടായിരുന്നവർ വിലക്കിയെങ്കിലും മുട്ടറ്റം വെള്ളത്തിൽ ഇന്ദിര നടക്കാൻ തുടങ്ങി. അതിനിടെ പ്രദേശവാസി പറഞ്ഞ ആശയമാണ് ആനപ്പുറത്തേറിയുള്ള യാത്ര. അങ്ങനെ മണിക്കൂറുകൾ സമയമെടുത്ത് മോത്തി എന്ന ആനയുടെ പുറത്തേറി ഇന്ദിരാഗാന്ധി ബെൽച്ചിയിലെത്തി. കൊല്ലപ്പെട്ട കുടുംബങ്ങളുടെ സങ്കടം പങ്കിട്ടു. അവരെ ആശ്വസിപ്പിച്ചു. കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. അറുപതാം വയസ്സിൽ ദൃഢനിശ്ചയത്തോടെ ആനപ്പുറത്ത് കയറിയുള്ള യാത്രയും ഇരകളുടെ കുടുംബങ്ങളുമായുള്ള ഇടപെടലിൻ്റെ ചിത്രവും ശക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശമായിരുന്നു. വലിയ മാധ്യമ ശ്രദ്ധ ആ ചിത്രത്തിന് ലഭിച്ചു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറൽ. ജനങ്ങൾക്കിടയിൽ അനുകൂല സാഹചര്യം ഒരുക്കാൻ അത് വഴിവെച്ചു. 1.5 വർഷത്തിന് ശേഷം കർണാടകയിലെ ചിക്മംഗ്ലൂരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഇന്ദിരാഗാന്ധി വീണ്ടും പാർലമെന്റിലെത്തി. ഇന്നും കോൺഗ്രസിന് പ്രചോദനമാണ് ഇന്ദിരാഗാന്ധിയുടെ ബെൽച്ചി യാത്ര. ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷിത്വ ദിനം കടന്നുപോയത്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഇന്ദിരയെ അനുസ്മരിച്ചത് ബെൽച്ചി യാത്രയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. ഇന്ദിര ബെൽച്ചിയിലേക്കാണ് യാത്ര നടത്തിയതെങ്കിൽ രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് വോട്ടവകാശം നടത്തിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് 1 മാസം മുൻപാണ്. 25 ജില്ലകളിലൂടെ കടന്നുപോയത് 1300 കിലോമീറ്റർ. കഴിഞ്ഞ തവണ മഹാസഖ്യത്തിന് കണക്കുകൂട്ടൽ തെറ്റിച്ചത് കോൺഗ്രസിന്റെ മോശം പ്രകടനമായിരുന്നു. 70 സീറ്റിൽ മത്സരിച്ചപ്പോൾ ലഭിച്ചത് 19 സീറ്റ് മാത്രം. അവിടെയാണ് വോട്ട് ചോരി മുദ്രാവാക്യമുയർത്തി യാത്ര നടത്തി രാഹുൽ ഇളക്കിമറിച്ചത്. ഇന്ത്യക്ക് തിരിച്ചുവരവിന് വഴിയൊരുക്കിയതുപോലെ രാഹുലിന്റെ യാത്രയ്ക്ക് ശേഷമുള്ള ബീഹാർ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും തിരിച്ചുവരവിന് വഴിയൊരുക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിലായിരിക്കും അതിൻ്റെ പ്രകമ്പനങ്ങൾ.